2021, 22, 2022, 23 ഈ രണ്ട് സാമ്പത്തിക വർഷങ്ങളിൽ കേന്ദ്രം നൽകുന്ന വിഹിതത്തിൽ 64,000 കോടി രൂപ 2022-23 കുറവ് ചെയ്തിരിക്കുന്നു. അതിന് സമരം 2021 നടത്താൻ കഴിയുമോ? എന്ത് വിട്ടിത്തായി പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ 8 മാസത്തിനുള്ളിലാണ്. ആ കാര്യം സംബന്ധിച്ച് ഇപ്പോഴല്ലാതെ 2022 കുറക്കുന്ന 2021 സമരം നടത്തണമെന്ന് പറഞ്ഞില്ലെങ്കിൽ ശരിയാവുക. പിന്നെ സാമ്പത്തിക മാനേജ്മെന്റിൽ കേരളം ഉമ്മൻചാണ്ടി ഗവൺമെന്റിനേക്കാൾ ഒരുപാട് മുന്നിലാണ്. ഈ കഴിഞ്ഞ വർഷം ഉള്ള നമ്മുടെ കേരളത്തിന്റെ നികുതി വരുമാനം 20,000 കോടി അധികമാണ്. കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും വലിയ നികുതി വരുമാനം ഉണ്ടായ കൊല്ലം കഴിഞ്ഞ കൊല്ലാണ്. ഏറ്റവും വലിയ കുടിശ്ശിക പിരിച്ചത് കഴിഞ്ഞ കൊല്ലാണ്. നികുതി വരുമാനത്തിൽ മാസം ഏതാണ്ട് 70%-ലേറെ ഓരോ മാസവും വർദ്ധിക്കുന്ന ഒരു നില കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. പിന്നെ ധനകാര്യ മാനേജ്മെന്റ് മോശമാണെന്ന് പറയുന്നതിന് എന്താ ന്യായമുള്ളത്? പിന്നെ ഈ GSTയുടെ കോമ്പൻസേഷൻ സംബന്ധിച്ച് അതിന്റെ ആക്ട് വരുന്ന സമയത്ത് കോൺഗ്രസും CPM ഉന്നയിച്ച വാദമുണ്ട്. അത് ഈ ജ്യോതി കുമാർ ചാമക്കാല പറയുന്ന ന്യായമല്ല. GST കോമ്പൻസേഷൻ എന്ന് പറയുന്നത് എപ്പോഴെല്ലാം പണം കുറയുന്നുണ്ടോ അപ്പോഴെല്ലാം കൊടുക്കണമെന്നാണ് ഉന്നയിച്ച കാര്യം. കാരണം സംസ്ഥാന ഗവൺമെന്റുകളുടെ നികുതി പരിബദ്ധകാരമുഖത്തിനെ ഏറ്റെടുക്കുന്നതാണ് GST. അപ്പോൾ നഷ്ടപരിഹാരം കൊടുക്കാൻ കേന്ദ്രത്തിന് ബാധ്യതയുണ്ട്. അത് 2023 ജൂണിൽ ഒഴിവാക്കേണ്ടതല്ല. കോൺഗ്രസിന്റെ അഭിപ്രായം അത് എന്ന് വിചാരിച്ച് ഭ്രമിക്കാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞത് GST നിയമം പാസ്സാക്കുന്ന പാർലമെന്റിൽ CPM-ന്റെയും കോൺഗ്രസിന്റെയും ആളുകൾ ഉന്നയിച്ച വാദമാണ്. ഇപ്പോഴും കോൺഗ്രസ് ഗവൺമെന്റുകൾ പറയുന്നത് GST കോമ്പൻസേഷൻ നീട്ടണമെന്നാണ്. ഇപ്പോൾ അവരെല്ലാം ചേർന്നിട്ട് ഇന്ത്യ നിവേദനം കൊടുത്തിട്ടുണ്ടല്ലോ, GST കോമ്പൻസേഷൻ നിർത്താൻ പാടില്ല, നീട്ടണമെന്ന്. പിന്നെ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞു കേട്ടാൽ തോന്നും 2016 മുതലാണ് സ്വർണം ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയത്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിച്ചില്ലേ 5 കൊല്ലം? അപ്പോഴൊന്നും സ്വർണം കേരളത്തിൽ ഉണ്ടായിട്ടില്ലേ? ഇപ്പൊ എന്തോ സ്വർണത്തിന്റെ കാര്യം പുതിയ വന്നിരിക്കുന്നു എന്നാണ്. പിന്നെ വികസന കാര്യങ്ങളിൽ NH, അതുപോലെ തന്നെ KL പൈപ്പ് ലൈൻ, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, K-ഫോൺ, ജലപാത, ഇതെല്ലാം ഞങ്ങളുടെ സംഭാവനയാണ്. NH-ന് ഇനി ഒരു വികസനവും വേണ്ട എന്ന് എഴുതി കൊടുത്ത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പിന്നെ 2013 മുതൽ നിയമം വന്നുകൊണ്ട് പല്ലിയുടെ ഉത്തരം താങ്ങൽ എന്നല്ലാതെ എന്താ പറയുക? ഇവിടെ പിണറായി വിജയന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം കേരളത്തിന് ആദരണീയ മുഖ്യമന്ത്രി നിതിൻ ഗഡ്കരിയെ പോയി കണ്ടു. എന്നിട്ട് പറഞ്ഞു 8 വരിപ്പാട് കേരളത്തിനാവില്ല, 6 വരി. പിന്നെന്താ സംശയം? എന്താ പണം ഇവിടെ സ്ഥലം എടുത്ത് കൊടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് വികസനത്തിന് ഫണ്ട് വിനിയോഗിക്കാൻ കഴിയില്ല. ഉമ്മൻചാണ്ടി എടുത്ത കത്തുണ്ടല്ലോ. അതിനുശേഷം കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ വന്നപ്പോ അദ്ദേഹം നിതിൻ ഗഡ്കരിയെ പോയി കണ്ടു. ഒരു നിവേദനം മുന്നോട്ട് വെച്ചു. എന്താ നിവേദനം? ഇന്ത്യയിലാകെ NH 8 വരിയാണെങ്കിൽ കേരളത്തിൽ 8 വരി തരാൻ കഴിയില്ല. കേരളം ജനസാന്ദ്രമായ ഒരു സ്റ്റേറ്റ് ആണ്, അതുകൊണ്ട് 6 വരി പാതക്ക് അനുവാദം വേണം. അങ്ങനെ നിതിൻ ഗഡ്കരി കൂടി താല്പര്യപ്പെടുത്തിട്ട് 6 വരി പാതക്ക് അനുവാദം കിട്ടി. അത് 2024 പൂർത്തീകരിക്കാൻ പോവാണ്. മുഴുവൻ വികസനം നടത്തി ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അത് ഞാൻ പറഞ്ഞത്, ഇത് പല്ലിയുടെ ഉത്തരം താങ്കൽ മാത്രമാണ്. ഞങ്ങൾക്ക് നിങ്ങൾ ഈ നാഷണൽ ഹൈവേയിൽ തന്നെ നിന്നുകൊണ്ടല്ലേ ഞങ്ങൾക്കെതിരെ ചങ്ങല വലിച്ചത് എന്ന്, അതായത് കേന്ദ്രം അവഗണിക്കുന്നു എന്ന് സ്ഥിരം പറഞ്ഞിട്ട് മനുഷ്യ ചങ്ങല ദേശീയപാതയിൽ നിന്നുകൊണ്ടല്ലേ നിങ്ങൾ അണിനിരത്തിയത് ആളുകളെ എന്ന് BJP തിരിച്ചു ചോദിക്കുന്നുണ്ട്. അല്ല, ദേശീയപാത എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെയോ BJP-യുടെയോ സ്വകാര്യ സ്വത്തല്ല. ഞാനും നിങ്ങളും ഉൾപ്പെടെ കൊടുക്കുന്ന നികുതി പണത്തിൽ കേരളത്തിന് കിട്ടേണ്ട വിഹിതം ആണത്. അതല്ലാതെ അത് വെട്ടിക്കുറയ്ക്കാൻ നിയമപരമായിട്ട് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ. ഈ വികസനത്തിന് ഞങ്ങൾ പറഞ്ഞു നിതിൻ ഗഡ്കരി കൂടി അതിന് തയ്യാറായിട്ട് എന്ന്. അപ്പൊ അങ്ങനെ കുറ്റം പറയാൻ കഴിയുമോ എന്ന് BJP ചോദിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അങ്ങേക്ക് എതിർക്കാം, എല്ലാ വാദങ്ങളും മുന്നോട്ട് വെച്ച് എതിർക്കാം. ഞാൻ ആ ചോദ്യം പാസ് ചെയ്തെന്നുള്ളൂ, എന്റെ അഭിപ്രായമല്ല. അങ്ങ് പറഞ്ഞോളൂ. ഇവിടെ നേരത്തെ 10ാം കമ്മീഷൻ ഡിവിസിബിൾ പൂളിന്റെ 3.8% കൊടുത്ത സ്ഥാനത്ത് ഇപ്പൊ 15ാം കമ്മീഷൻ കേവലം 1.9 കൊടുക്കുന്നുള്ളൂ. ഇവിടെ 16ാം കമ്മീഷന്റെ സന്ദർഭത്തിൽ തന്നെ സ്റ്റേറ്റ് കൊടുക്കുന്ന 42%, 32% ആക്കണമെന്ന് നിയമവിരുദ്ധമായിട്ട്, ഭരണഘടനാ വിരുദ്ധമായിട്ട് ധനകാര്യ കമ്മീഷൻ ചെയർമാനോട് പ്രധാനമന്ത്രി സംസാരിച്ചു എന്ന് പറയുന്നത് ഇന്നത്തെ നേരത്തെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജോയിന്റ് സെക്രട്ടറിയായിട്ട് ഓഫീസിനകത്തുണ്ടായ ആളാണ്. അത്